മരണം നടന്ന വീട്ടിൽ ചിരിക്കാൻ ഒരു വകയും ഉണ്ടാകില്ല. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണ് ഡെത്ത് അറ്റ് എ ഫ്യൂണറൽ എന്ന ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് സിനിമ. ഡാനിയലിന്റെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന ബന്ധുക്കളുടെ കടന്നുവരവിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. അത് ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. പക്ഷേ ചിരിയുടെ വെടിക്കെട്ടിന് അതിനു മുന്നേ തന്നെ തുടക്കമായിരുന്നു. അച്ഛന്റെ ശവശരീരം മാറുന്നിടത്തു നിന്ന് തുടങ്ങുന്നു അത്. ഫ്രാങ്ക് ഓസറ്റ് എന്ന സംവിധായകന്റെ പ്രതിഭാസ്പർശമാണ് സിനിമ മൊത്തം. അധിക ദൈർഘ്യമൊന്നുമില്ല. വെറും 1.5 മണിക്കൂർ കൊണ്ട് മനസ്സു നിറഞ്ഞു ചിരിക്കാം. ശോകമുഖമായ കനം തൂങ്ങിയ അന്തരീക്ഷത്തെ പൊട്ടിച്ചിരിയുടെ തലത്തിലേക്ക് മാറ്റി പണിത സംവിധായകന്റെ കരവിരുതിനാണ് മുഴുവൻ മാർക്കും. മരണം നടന്ന ഗൃഹാന്തരീക്ഷത്തെ പൂർണ്ണമായും കോമഡിയാക്കിയെടുത്ത ചിത്രമാണ് ഡെത്ത് അറ്റ് എ ഫ്യൂണറൽ. ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയ്ക്ക് ഹോളിവുഡിലും ഇന്ത്യയിലടക്കം റീമേക്കുകൾ ഉണ്ടായി. 2010 ഇതേ പേരിൽ തന്നെ അമേരിക്കയിൽ ചിത്രം പുനർനിർമ്മിച്ചു. ഡാനിയലിന്റെ സഹോദരനായ നോവലിസ്റ്റ് റോബർട്ട്, ഡാനിയലിന്റെ കസിൻ മാർത്ത, മാർത്തയുടെ അനിയൻ, കിളിപോയ അവസ്ഥയിലായ മാർത്തയുടെ കാമുകൻ സൈമൺ, ജസ്റ്റിൻ, അങ്കിൾ ആൽഫി, പിന്നെ ഒരു പൊക്കം കുറഞ്ഞ ഒരാളും. സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന പീറ്റർ എന്ന ആൾ ഡാനിയലിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. എന്തോ രഹസ്യത്തിന്റെ കെട്ടഴിച്ച് പീറ്റർ ഡാനിയലിനോട് ചിലത് പറയുകയും ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആളുകളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളുമൊക്കെ വളരെ രസകരമായി അവതരിപ്പിക്കുന്ന ഒരു മൂവിയാണിത്. മാത്യു മക്ഫെയ്ഡൻ, ഗെയിം ഓഫ് ത്രോൺസിലെ പീറ്റർ ഡിൻക്ലേജ്, അലൻ തുഡിക് എന്നിവരാണ് ശ്രദ്ധേയ വേഷങ്ങളിൽ. ഡീൻ ക്രെയ്ഗിന്റെ തിരക്കഥ അസാമാന്യ നിലവാരം പുലർത്തും.